പിന്നെ വിദ്യ എന്തിരുന്ന് പോർക്ക് റിപ്പും പോർക്ക് റിപ്സും പിന്നെ മാഷ് പൊട്ടാറ്റോയിൽ ഗ്രേവി ആയിട്ട്. ഇത് പോപ്പിയും പോപ്പിയുടെ മമ്മി മമ്മി ഇവൻ സെയിം തന്നെ ബട്ട് പൊട്ടാറ്റോ ഫ്രൈസ് സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ് ആണ്. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആണല്ലേ, ഓക്കെ. ഇന്നത്തെ ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കണ്ടോ? ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ ഒരു ശനിയാഴ്ചയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. സാധാരണ എനിക്ക് മൺഡേ ടു ഫ്രൈഡേ ജോലിയുണ്ട് 1 to 9. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 9 മണി വരെയാണ് എനിക്ക് ജോലി. ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം അങ്ങനെ ഒരു ദിവസം പോകും ഫുള്ളായിട്ടാണ്. ശനി ഞായറും പക്ഷെ അങ്ങനെയല്ല. ഞാൻ സാധാരണ ദിവസം ഒരു 11 മണിയാകുമ്പോൾ എണീക്കണമെങ്കിൽ ശനിയാഴ്ചയ്ക്ക് ഞാൻ 9 മണിയൊക്കെ എണീക്കും. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ലഞ്ച് കറക്റ്റായിട്ട് കഴിക്കും, ഡിന്നർ കഴിക്കും. അങ്ങനെ സെറ്റായിട്ടൊക്കെ പോകും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാനായിട്ട് പോവുകയൊക്കെ ചെയ്യും. റുട്ടീനായിട്ട് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് 2 മീൻ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ആയിട്ട് തീറ്റ കൊടുക്കും. പിന്നെ ചെടിയുണ്ട്, 2-3 ചെടി. വലിയ പൂങ്കാവനോ ഗാർഡനോ അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മീൻ കുഞ്ഞിന് തീറ്റ കൊടുത്ത് തുടങ്ങാം. നമുക്ക് മീൻ കുഞ്ഞിന് തീറ്റ കൊടുക്കാം. ഇവന്റെ പേര് കുറുമ്പൻ. ഇവൻ എൻ്റെ കൂടെ 3 വർഷമായിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ ആദ്യം ഇവിടെ ഉണ്ട്. ഇവന്റെ പേര് ഫിലു. ഇവളാണ് ഫൈറ്റർ ഫിഷാണ് കേട്ടോ. അവര് ബെറ്റ ഫിഷാണ്. അവർ വന്നു. ഞാൻ വരുമ്പോഴേക്കും അവരിവിടെ വന്ന് നിൽക്കും 2 പേര്. അവർക്കറിയാം സമയമെന്ന്. അപ്പൊ അവര് വന്നു കൊടുക്കും. എന്താ ഉള്ളത്? ഈ റെഡിന് കണ്ണ് അധികം ഇപ്പൊ പ്രായം 3 വർഷമൊക്കെ ആയി. ഇങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുത്താൽ അത് കഴിക്കുള്ളൂ. അപ്പൊ അവൻ ചാടി കഴിക്കും. അവൻ കഴിച്ചില്ല. പക്ഷെ ഇയാൾ ഇങ്ങനെ തപ്പി നടക്കും. ഇത് എവിടെയാണ്. ഇപ്പം ശനിയാഴ്ചത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ, വീട്ടിലെ കുറച്ച് പരിപാടികൾ. ഞാൻ ഒന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞത് തന്നെ എൻ്റെ ഫ്രണ്ട് തിരിച്ച് ദുബായിക്ക് പോവാണ് ആൾ. അപ്പോൾ ചേച്ചി ഇവിടെ മൊണ്ടേനാസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പബ്ലസ് റെസ്റ്റോറൻറ്റ്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. ഇവിടെ സീൻ പ്ലസ് പോയിന്റ്സ് എന്നൊരു സംഭവമുണ്ട്. സീൻ പ്ലസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ കാനഡയിലുള്ളവർക്ക് അറിയാം. ചില സ്ഥലങ്ങൾ, അതായത് ഈ സീൻ പ്ലസിനോട് പാർട്ണർഷിപ്പായിട്ടുള്ള കടകളും കാര്യങ്ങളും ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരുടെ പാർട്ണർഷിപ്പിലുള്ള കടകളിലൊക്കെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ്, വിസ കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ഇങ്ങനെ കയറും. അപ്പോൾ ചില കടകളിൽ $1 2 പോയിന്റ് വെച്ചിട്ട് നമുക്ക് കയറും. അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ ഒരു മാസം നമുക്ക് എന്തായാലും ഒരു 500-600 പോയിൻ്റൊക്കെ ഒരു മാസം നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് അങ്ങനെ കയറും. അപ്പോൾ ഇപ്പോൾ ആ ദുബായ് പോകുന്ന ആൾക്ക് കുറേ പോയിന്റ്സ് ഉണ്ട്. ആളാണെങ്കിൽ ബുധനാഴ്ച പോവും. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ഇനി ദുബായ് പോയിട്ടത് കാര്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ അടുത്ത് കാണാം. ഓക്കെ, അങ്ങനെ വിദ്യേനെയും പിക്ക് ചെയ്തു. പിന്നെ രാഹുലുണ്ട്, സുധിനുണ്ട്, ശ്രീദേവ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പം ഞങ്ങൾ ഇറങ്ങാണ്, ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ സമയം 5:30. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ ചെല്ലും, ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ഗായ്സ്. ശ്രുതി വണ്ടി കൊണ്ട് വന്നു. അതെ, രാഹുൽ കയറാൻ പോകണു. വിദ്യ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ കയറി, അതിൻ്റെ ഉള്ളിൽ കാണാം. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോകണം. പിന്നെ ശ്രീദേവ് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. നേരെ ഡയറക്റ്റ് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവന് ജോലി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് വരും. ഗൈസ്, ഞങ്ങളതിനും പോലെ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം നമ്മളെത്തി, അവരൊക്കെ ഇറങ്ങി എത്തി. ഇതാണ് മൊണ്ടാനാസ്. സോറി, കണ്ടോ, എല്ലാവരും ഉണ്ട്. ഒരാളോട് മരനുണ്ട്, ആൾ വന്ന് ജോയിൻ ചെയ്തോളൂ. ഞങ്ങൾ ഇറങ്ങി ഇവിടെ എത്തി. നമുക്ക് കയറി ഓർഡറൊക്കെ എടുക്കാം. അതെ, ശ്രീകുട്ടി ഒന്നല്ല. ഫൈനലി താങ്ക് യു. രാഹുൽ എന്താ പറയുക, അവൻ സ്റ്റേക്കും പിന്നെ പൊട്ടാറ്റോ ഫ്രൈസും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഓണിയൻ റിങ്സ് ഉണ്ട്, കോൾസ്ലോ ഉണ്ട്. ഇവൻ സെയിം തന്നെ ബട്ട് പൊട്ടാറ്റോ ഫ്രൈസ് സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ് ആണ്. പിന്നെ വിദ്യ എന്തിരുന്ന് പോർക്ക് റിപ്പും പോർക്ക് റിപ്സും പിന്നെ മാഷ്ഡ് പൊട്ടാറ്റോയിൽ ഗ്രേവി ആയിട്ട്. താങ്ക് യു. താങ്ക് യു. പിന്നെ സ്വിദിൻ്റെ സംഭവം സ്റ്റേക്ക് തന്നെ, പക്ഷെ റിബ് സ്റ്റേക്കാണ് കിട്ടിയേക്കുന്നത്. അത് കുറച്ചും കൂടി നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ് സ്റ്റേക്കാണ്. പിന്നെ എൻ്റെ സ്റ്റേക്കും ഓണിയൻ റിങ്സും പിന്നെ മാഷ്ഡ് പൊട്ടാറ്റോയും ഗ്രേവിയൊക്കെ ഉള്ള എല്ലാ സെറ്റും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത്, ഇവിടെ അതെ ഈ പുള്ളിക്കാരത്തി വിദ്യ പോണേൻ്റെ ഇതായിട്ട് ആളുടെ കൂടെ വർക്ക് ചെയ്തൊരു വീട്ടിൽ, ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാം ഇന്ന് രാത്രി പാർട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവും. പിന്നെ രാത്രി അവിടെ അങ്ങനെ. ഓക്കെ ഗൈസ്, ബൈ. രാത്രി കാണാം. ബൈ.
ഇത് പോപ്പിയും പോപ്പിയുടെ മമ്മി. മമ്മി നാണം വന്നോടി. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂട്ടിയിട്ട് ഇവിടുന്ന് പോവുകയാണ്. ആളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പൊ ഞങ്ങള് പോവുകയാണ് ഗായ്സ്. ഹായ് ഗായ്സ്. അങ്ങനെ ഞങ്ങള് പോപ്പീനെയും പോപ്പിയുടെ മമ്മി തീറ്റീനെയും ഞങ്ങള് പിക്ക് ചെയ്തു. ദേ ശ്രീകുട്ടി, സുധിൻ, രാഹുൽ അവര് മുമ്പിലത്തെ കാറിലുണ്ട്. അവരവിടെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളെല്ലാവരും പിക്ക് ചെയ്തത് എല്ലാവരും നല്ല ചില്ല് മോഡിലാണ്. ഞാൻ അവിടെ ചെല്ലുന്നു. ഞങ്ങളൊരു ബാർബിക്യൂ ഒക്കെ സെറ്റ് ആവണം. ആക്ച്വലി ഞങ്ങൾക്ക് ആർക്കും വിശപ്പില്ല, പക്ഷെ സ്റ്റിൽ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരു ബാർബിക്യൂ ഒക്കെ സെറ്റ് ആകുന്നു. അവിടെ നൈറ്റ് സ്പെൻഡ് ചെയ്യാന്ന് ഓർത്തു. അങ്ങനെ പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി തകർക്കാം. ഓക്കെ ഗായ്സ്, ബൈ ബൈ ബൈ. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നു. അപ്പൊ ഇവിടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പാർട്ടി നൈറ്റ്. ഹായ് ഹായ്. ഇത് ഇവരുടെ ഇങ്ങനെ ഒരു എൻട്രൻസ് ഹോള്. ഇതിങ്ങനെ വന്നു. ഇതിങ്ങനെ മുകളിലേക്ക് അപ്സ്റ്റേഴ്സ് നടക്കാം. നമുക്ക് പിന്നെ പോവാം. ഇത് കിച്ചൺ. വാവ്, ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ ദിവസം. നൈസ് ഗൈസ്. നല്ല രസമുണ്ട്. ഇവിടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കാണ്ടോ. നൈസ് നൈസ് ആംബിയൻസ്. ഞങ്ങളെ എയർബിഎൻപിയിൽ ഞങ്ങള് ലാസ്റ്റ് വീക്ക് ഞങ്ങള് സ്റ്റേക്കേഷന് പോയ ഒരു ഓർമ്മ. നല്ല വൈബ്. നൈസ്. ഇതറിന് പൈസ കൊടുത്ത് പോകണ്ടായിരുന്നു, ഇവിടെ വന്നാൽ മതിയായിരുന്നു. കൊള്ളാം. നല്ല ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആണല്ലേ, ഓക്കെ. അപ്പൊ ഞങ്ങളും ഇനി പൊളിക്കട്ടെ. ഞങ്ങളങ്ങനെ ആഘോഷം പരിപാടികളൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് ഉറങ്ങിയൊക്കെ ചത്ത്. ഞങ്ങള് ബാർബിക്യൂ നൈറ്റും എല്ലാം കഴിഞ്ഞത് എല്ലാവരും ചത്തു. ഇനി എല്ലാവരും വീടുകളിലും ഓരോരുത്തർ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അവസാനം കിടന്നുറങ്ങാൻ പോകണം. അങ്ങനെ ഞങ്ങളുടെ വെൽ സ്പെൻഡ്. ആകെ ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൊണ്ടാനാസി പോയി ഫുഡ് കഴിക്കണം, വീട്ടിൽ വരണം, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഫ്രണ്ടിൻ്റെ ഉള്ളിൽ പാർട്ടിക്ക് വിളിച്ചു, അവിടെ പോയി. അങ്ങനെ ഒരു വെൽ സ്പെൻഡ് ഡേ തന്നെയായിരുന്നു. എല്ലാവർക്കും ശുഭദിനം. ബൈ.